നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി 3 മണിക്കൂർ നീണ്ടുനിന്നു കൂടിക്കാഴ്ച. വിവിധ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും യുക്രൈനും തീരുമാനിച്ചു. ഇന്ത്യ യുക്രൈൻ സഹകരണം ശക്തമാക്കാനുള്ള 4 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. കരാറുകൾ സംബന്ധിച്ച വിവരങ്ങൾ സംയുക്ത വാർത്താക്കുറിപ്പിലൂടെ വൈകാതെ തന്നെ പുറത്തുവിടും. റഷ്യയുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ യുക്രൈനിലെത്തിയ മോദിയെ കെട്ടിപ്പിടിച്ചാണ് പ്രസിഡന്റ് സ്വീകരിച്ചത്. ഈ ചിത്രം സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. യുദ്ധത്തിൽ രക്തസാക്ഷികളായ കുട്ടികളുടെ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ആദരം അർപ്പിച്ചു. യുക്രൈൻ മണ്ണിൽ തീവണ്ടി ഇറങ്ങിയ മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രസിഡന്റിനെ മോദി കണ്ടത്. ഹസ്തദാനത്തിന് ശേഷം ഇരു നേതാക്കളും ആലിംഗനം ചെയ്തു. രക്തസാക്ഷികളായ കുരുന്നുകൾക്ക് യുക്രൈൻ ദേശീയ ചരിത്ര മ്യൂസിയത്തിലെ സ്മാരകത്തിലാണ് ഇരു നേതാക്കളും ആദരം അർപ്പിച്ചത്. സോവിയറ്റ് യൂണിയനിൽ നിന്നും 1991 യുക്രൈൻ സ്വതന്ത്രമായ ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത്. യുക്രൈനിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിലും മോദി ആദരമർപ്പിച്ചു. ഗാന്ധിയുടെ ആദർശങ്ങൾ സർവാത്രികമാണെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയേകുന്നതാണെന്നും മോദി 10 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താണ് പ്രധാനമന്ത്രി യുക്രൈൻ തലസ്ഥാനമായ കീവിലെത്തിയത്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം എല്ലാ ലോക നേതാക്കളും പോളണ്ടിലിറങ്ങി ട്രെയിൻ മാർഗമാണ് യുക്രൈനിലേക്ക് പോകുന്നത്. ട്രെയിൻ ഇറങ്ങിയ മോദി ഹോട്ടലിലേക്ക് പോയി. യുക്രൈനിലെ ഇന്ത്യൻ സമൂഹം ഹോട്ടലിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ നേരത്തെ റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയതിൽ സെലൻസ്കി അടക്കമുള്ള പാശ്ചാത്യ രാജ്യ നേതാക്കൾ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി യുക്രൈനിൽ എത്തുന്നത്. യുക്രൈനിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കടുത്ത ആശങ്ക അറിയിച്ചിരുന്നു. ഒരു പ്രശ്നവും യുദ്ധഭൂമിയിൽ പരിഹരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായെത്തിയ പ്രധാനമന്ത്രി രാത്രിയോടെ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും. പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ട്രെയിൻ മാർഗം യുക്രൈൻ എത്തിയത്. നയതന്ത്ര ബന്ധം ആരംഭിച്ച 30ാം വർഷത്തിലാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ എത്തുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രസക്തി ഏറെയുണ്ട്.